ഫോറെവർ എന്ന് പറയുന്നത് എന്താണ്? ഫോറെവർ എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് സാധിക്കും. അപ്പം ഫോറെവർ എന്ന് പറയുന്ന ഉടനെ ഫോറെവറിലെ ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ടൈം ഒക്കെ വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് ആരോ ഫോറെവറിനെ പറ്റി പറഞ്ഞു, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വാല്യുബിൾ ടൈം എടുത്ത് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ ഈ പറയുന്ന ഏതെങ്കിലും ഒക്കെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് സമയം വാല്യുബിൾ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള കുറവ് കൊണ്ടായിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ ഇത് കേൾക്കാനായിട്ട് വന്നത്. ഇതിനകത്തുനിന്ന് എന്തെങ്കിലും എനിക്കൊരു മാറ്റം ഉണ്ടാവോ? ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമായിരിക്കാം. ഒരുപാട് ട്രാവലും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാവുന്ന പലരും ഉണ്ട്, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇതൊന്ന് കേൾക്കാൻ അല്പം സമയം എടുത്തത്. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വലിയ പ്രയാസമാണ്, നമുക്കറിയാം ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് പോലും കോൺട്രാക്ട് ബേസിസിലാണ്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉള്ള അവസ്ഥ നമുക്ക് നല്ലോണം അറിയാം. അപ്പോഴൊക്കെ ഒരു പെൻഷൻ വേണം, ഒരു ലൈഫ് ലോങ് എനിക്കൊരു ഇൻകം കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഒരു പക്ഷെ അതിനായിരിക്കാം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഒരു സ്റ്റെബിലിറ്റി വേണം, ഒരു എക്സ്ട്രാ ഇൻകം വേണം, എന്റെ പേഴ്സണാലിറ്റി കുറച്ചും കൂടി എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബിന്റെ പാർട്ടായിട്ട് ഞാൻ മാറണം. അതല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ആവശ്യങ്ങൾ അത്രത്തോളം വലുതായിരിക്കത്തില്ല, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളായിരിക്കാം. ഒരു മാസത്തെ സ്കൂൾ ഫീസ്, അതിലുള്ള ടൈറ്റ്നസ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഇല്ലാത്തവരും ഇല്ല എന്നല്ല കേട്ടോ, എല്ലാവർക്കും വലിയ വലിയ ഡ്രീംസ് അല്ല, കൊച്ചു കൊച്ചു ഡ്രീംസ് ഉള്ള ആൾക്കാരും ഉണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും സ്ട്രഗിൾ ചെയ്യുന്നവർ കാണാം. പിന്നെ ഒരിടത്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരു ലെഗസി ഉള്ള അല്ലെങ്കിൽ നല്ലവണ്ണം ഒരു എന്താ പറയുക വളരെ വലിയൊരു കമ്പനിയുടെ പാർട്ടാവാനായിട്ട് ആഗ്രഹിച്ചു വന്നവരായിരിക്കാം. ഇതിലൊക്കെ അപ്പുറത്തേക്ക് ചിലപ്പം ഒന്ന് സ്ട്രെസ് ഫ്രീ ആയിട്ട് ടെൻഷൻ ഇല്ലാതെ ഒരു ദിവസം എനിക്കൊന്ന് ജോലി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫ് എനിക്ക് ലീഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ഒരു പക്ഷെ വന്നവരായിരിക്കും നിങ്ങളിൽ പലരും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്പെൻഡ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി വളരെ നല്ലതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ കമ്പനിയെ പറ്റി നിങ്ങളോട് പറഞ്ഞു തരേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഫോറെവർ ലിവിംഗ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 1978 റെക്സ് മോർഗൻ എന്ന് പറയുന്ന പേഴ്സൺ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് പേഴ്സൺ ആയിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിലെവിടെയും എല്ലാവർക്കും ഹെൽത്തിലും വെൽത്തിലും ചലഞ്ചസ് ഉണ്ട്, ആരോഗ്യത്തിലും സാമ്പത്തിക കാര്യത്തിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവരെ എങ്ങനെ ഒന്ന് മാനേജ് ചെയ്യാം, ലോകം മുഴുവനും എങ്ങനെ ഒന്ന് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഡിസ്കഷന്റെയും ഒക്കെ ഭാഗമായിട്ട് ഉടലെടുത്ത ഒരു കമ്പനിയാണ് ഫോറെവർ ലിവിംഗ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന കമ്പനി. ഇതൊരു ഫാമിലി ഓൺഡ് കമ്പനിയാണ്. 45 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. 160-ൽ പരം കൺട്രീസിലുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ല ക്യാഷ് റിച്ച് ആയിട്ടുള്ളതും എന്നാൽ ഡെപ്റ്റ് ഫ്രീ, കടമില്ലാത്ത ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഒരു $multi-million കമ്പനിയാണ്. നമ്മളൊരു കമ്പനി ചൂസ് ചെയ്യുമ്പോൾ, നമ്മളൊരു ജോലിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മളൊരു പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിൽ നമ്മൾ വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഏകദേശം എത്ര വർഷമായ കമ്പനിയാണ്, എത്രത്തോളം നാളിത് ഓടിയിട്ടുണ്ട്, ഇതിനെ സംബന്ധിച്ചിടത്തോളം കടമുള്ളതാണോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കണം. കാരണം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ മുന്നിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഫോറെവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. ഏകദേശം എല്ലാ രാജ്യങ്ങളിലും 160-ൽ പരം രാജ്യങ്ങളിലാണ്, കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 169-ൽ പരം രാജ്യങ്ങൾ ഇന്ന് ഉണ്ടെന്ന് കമ്പനിയുടെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. അതിലും കൂടുതൽ ഒരു പക്ഷെ ഇപ്പോൾ ആയിട്ടുണ്ടാവും. അത്രത്തോളം രാജ്യങ്ങൾ വളരെ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, 45 വർഷത്തോളമായിട്ട് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ ഇതൊരു ഫാമിലി ഓൺഡ് കമ്പനിയാണ്. ഒരു കമ്പനിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കയറി എത്ര നാള് നിലനിൽക്കുന്നു എന്ന് പറയുന്നത് എംപ്ലോയീസിനെ കാട്ടി കൂടുതൽ അത് ആര് മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഡയറക്ടേഴ്സ് ആരാണ് ഈ കമ്പനിയെ മാനേജ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞു ഒരു ഫാമിലി ഓൺഡ് ആണ്. അപ്പൊ തന്നെ അവരുടെ ആ ഡയറക്ഷൻ, അവരുടെ ആ മിഷൻ എന്ന് പറയുന്നത് ഒരുപോലെ പോകും. നമുക്കറിയാം ഒരുപാട് പേര് ഒരുമിച്ച് പാർട്ട്ണർഷിപ്പ് ചെയ്ത് വരുമ്പോൾ അതിനകത്തൊരു ചെറിയ റിസ്ക് ഉണ്ട്. അതായത് പലരുടെ ഐഡിയാസ് ചിലപ്പോൾ ഒരുമിച്ച് പോകണം എന്നില്ല എല്ലാ നാളും. ഇത് ഇപ്പോ തന്നെ നമ്മൾ ഈ മിഷൻ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശരിക്കും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം. നമ്മൾ എവിടെ പോകുമ്പോഴും ഒരു നല്ല കമ്പനിയിൽ ചെന്നാൽ അവരിത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും.
ഇത് ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടാകും. കാരണം മിഷൻ സ്റ്റേറ്റ്മെന്റ് ഒരു കമ്പനിയുടെ പ്രോഗ്രസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ആദ്യത്തെ ഒരു സെന്റൻസ് ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വി വിൽ ക്രിയേറ്റ് എ പ്രോഫിറ്റബിൾ എൻവയോൺമെന്റ് വെയർ ഇൻഡിവിജ്വൽസ് ക്യാൻ വിത്ത് ഡിഗ്നിറ്റി ബി വാട്ട് ദേ വാണ്ട് ടു ബി. ശരിക്കും പറഞ്ഞാൽ ഒരു ജോലി ചെയ്യുക വെറുതെ എന്നുള്ളതല്ല. ഇവിടുത്തെ ആ വേർഡ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. ഡിഗ്നിറ്റിയോടുകൂടി ഓരോ വ്യക്തിക്കും ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റബിൾ എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ബാക്കി പറയുന്നു വേർ ഇന്റഗ്രിറ്റി, എംപതി ആൻഡ് ഫൺ ആർ അവർ ഗൈഡ് ലൈൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ, നല്ല ഇന്റഗ്രിറ്റിയോടുകൂടി, നല്ല എംപതിയോടുകൂടി വളരെയധികം ഫൺ ഫിൽഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയുടെ എൻവയോൺമെന്റ് ആണ് ഈ കമ്പനിയുടെ മിഷൻ സ്റ്റേറ്റ്മെന്റ് തന്നെ. അപ്പോൾ തന്നെ എത്രത്തോളം വളരെ ദർശനത്തോടുകൂടി, ഒരു വിഷനോടുകൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണെന്ന് ഇത്രയും കാര്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഫോറെവറിന്റെ ഒരു കണ്ടീഷൻ അല്ലെ, ഫോറെവർ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ 45 വർഷമായി 160-ൽ പരം കൺട്രീസിലുണ്ട്. അപ്പോൾ തന്നെ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് യു എസ് എയിൽ അരിസോണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ഒരു പ്രൗഡ് മെമ്പർ ആണ്. 45 ഇയേഴ്സ് ആയിട്ടും ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ പ്രൗഡ് മെമ്പർ ആണ്. എന്ന് മാത്രമല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ അലുവേര കൾട്ടിവേറ്റ് ചെയ്യുകയും മാനുഫാക്ചർ ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിന് അപ്പുറത്തേക്കായിട്ട് വളരെ നല്ല ഒരു സയന്റിഫിക് അഡ്വൈസറി ബോർഡ് ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം, വേൾഡ്സ് ലാർജസ്റ്റ് അലുവേര കമ്പനി. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫോറെവർ ലിവിംഗ് പ്രോഡക്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുക. അപ്പം അത്രത്തോളം കൾട്ടിവേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു വളരെ പ്രൗഡ് കമ്പനിയാണ് തീർച്ചയായിട്ടും ഫോറെവർ ലിവിംഗ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു കമ്പനിയിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി സ്പെഷ്യലി ആയിരിക്കുമ്പോൾ ആരാണ് ഈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും വളരെയധികം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചിന്തിക്കേണ്ടെന്ന് വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞേക്കുന്നത്, ഇവിടുത്തെ സയന്റിഫിക് അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത് വളരെയധികം എക്സ്പേർട്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നോബൽ ഒക്കെ അവാർഡ്സ് കിട്ടിയിട്ടുള്ള ആൾക്കാരെയും കൊണ്ട് ഫിൽഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നമുക്ക് വേണ്ടി ഈ പ്രോഡക്ട്സ് അവർ ഉണ്ടാക്കുന്നത് തന്നെ. ഫോറെവറിന്റെ ഇന്ന് ഇന്ത്യയിലുള്ള വർക്കിനെ പറ്റി പറയുമ്പോൾ 2000ലാണ് ഫോറെവർ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാന്ദ്രയിലാണ് നമ്മുടെ ഹെഡ് ഓഫീസ് ഉള്ളത്, അതും ഓൺ പ്ലേസിലാണ്. ഫോറെവറിന്റെ എല്ലാ ഹെഡ് ഓഫീസസും, ലോകത്തിൽ എവിടെയുള്ള ഹെഡ് ഓഫീസസും അവരുടെ ഓൺ ബിൽഡിംഗിൽ തന്നെയാണ്, റെന്റഡ് അല്ല, ഓൺ ബിൽഡിംഗിലാണ്. നമുക്ക് ഇന്ന് 20 സെയിൽസ് ഓഫീസസ് ഉണ്ട്. ഒന്ന് നമ്മുടെ എറണാകുളത്ത് വൈറ്റ്ലയിലാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതുപോലെ 20 സെയിൽസ് ഓഫീസേഴ്സ് ഉണ്ട്. ഇന്ന് ഇന്ത്യയിൽ 1 ബില്യൺ അപ്പുറത്തേക്ക് FBOസിന്റെ ഗ്രോത്ത് ഉണ്ട്. അത്രത്തോളം ആൾക്കാരുണ്ട്. FBOs എന്ന് പറയുമ്പോൾ ഫോറെവർ ബിസിനസ് ഓണേഴ്സ്, അത്രത്തോളം ആൾക്കാരുണ്ട്. ടേൺ ഓവർ 500 ക്രോസിൽ ക്രോസ് ചെയ്തിരിക്കുന്നു. ഈ വർഷം വളരെയധികം ഗ്രോത്ത് ഉള്ള ഒരു ഇയർ ആണ് ഫോറെവറിനെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയിൽ പ്രത്യേകിച്ചും വളരെയധികം ഗ്രോത്ത് നടക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും ഈ 500 ക്രോസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ഈ കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത ഞാൻ നേരത്തെ ഒന്ന് പറയുന്നു, വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് ആണ്. ഫ്രം പ്ലാൻ ടു പ്രൊഡക്റ്റ് ടു യു, ഡയറക്ട്ലി ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് കൾട്ടിവേഷൻ, വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ കൾട്ടിവേഷൻ, അതുപോലെ അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ സെയിൽസ് എല്ലാം കമ്പനി നേരിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തേർഡ് പാർട്ടിയുടെ ഇന്റർവെൻഷൻ ഇവിടെ വരുന്നില്ല, അതിന്റെ റിസ്ക് വരുന്നില്ല. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാനിപ്പുലേഷൻ നടക്കും എന്നുള്ള റിസ്ക്കും നമുക്കിവിടെ വേണ്ട. കാരണം കമ്പനി തന്നെ നേരിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പുറത്ത് ഒരിടത്തും ഇത് അവൈലബിളും അല്ല. ഇത് കമ്പനിയുടെ FBOs ത്രൂ മാത്രമാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലാതെ വേറൊരു രീതിയിലും അത് പോകുന്നില്ല. അപ്പം വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് കമ്പനിയാണ് ഫോറെവർ ലിവിംഗ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതൊരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി ആണ് എന്ന് പറഞ്ഞു. ഈ കമ്പനിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് അറിയേണ്ടുന്ന അടുത്ത ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയിലുള്ള പ്രോഡക്ട്സ് എന്താണ്, എന്ത് ടൈപ്പ് പ്രോഡക്ട്സ് ആണ് ഇവിടെ ഉള്ളത്, എത്ര റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്, എന്ത് ക്വാളിറ്റിയാണ് പ്രോഡക്ട്സിനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളൊരു വർക്കിന് വേണ്ടി താല്പര്യത്തോടെ ആയിരിക്കും ഇത് കേൾക്കുക ഒരു പാർട്ട് ടൈം ആയിട്ട് വരുമ്പോൾ. അപ്പം അതിന് തക്കവണ്ണം എന്താണ് ഇതിനകത്തുള്ളത്, എന്തൊക്കെ പ്രോഡക്ട്സ് ആണുള്ളത് എന്നുള്ള നമുക്കൊരു അറിവുണ്ടായിരിക്കണം. ഏകദേശം 200-ൽ പരം 200+ പ്രോഡക്ട്സ് ആണുള്ളത്. അലുവേരയും ബി പ്രോഡക്ട്സ് എന്ന് നമുക്ക് വളരെ ജനറലി ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. അലുവേര ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സും ബി പ്രോഡക്ട്സും അടങ്ങുന്ന 200+ പ്രോഡക്ട്സ് നമുക്ക് ഇന്ന് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്.
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 200+ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ റേഞ്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അതായത് വെയിറ്റ് മാനേജ്മെന്റ്, സ്കിൻ കെയർ, ന്യൂട്രീഷൻ, കിഡ്സ് ന്യൂട്രീഷൻ, പേഴ്സണൽ കെയർ. പിന്നെ ബി പ്രോഡക്ട്സിനകത്ത് തന്നെ വരുമ്പോഴും അത് ന്യൂട്രീഷന്റെ ഒക്കെ കാറ്റഗറിയിൽ വരുന്ന ഡിഫറെന്റ് ഹണി ബി, അതുപോലെ ഓരോ കാര്യങ്ങളും അതേ കാറ്റഗറി ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അതായത് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉതകുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് എവറി ഡേ ലൈഫിന്. കാരണം ഈ കമ്പനിയുടെ ഒരു മോട്ടോ തന്നെ എല്ലാ ദിവസവും സാധാരണ ഒരു ദിവസത്തിൽ ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് ആണ് ശരിക്കും ഇവിടെ അവരത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പം ഈ എല്ലാ പറയുന്ന കാറ്റഗറിയിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 200+ പ്രോഡക്ട്സ് ഇന്ന് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു ഇതിനകത്ത് അലോവേര ഉണ്ട്, ബി പ്രോഡക്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും കുറച്ചെങ്കിലും ഒന്ന് എന്തുകൊണ്ട് അലോവേര എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. കാരണം എല്ലാം അലോവേര ബേസ്ഡ് പ്രോഡക്ട്സ് ആണ് കൂടുതലും ഇതിനകത്ത് വരുന്നത്. അലോവേരയ്ക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഒരുപാട് പ്രയോജനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ശരിക്കും ഒരു മോഡേൺ മെഡിസിൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് അതിലേക്കാണ് പോകുന്നത്. അതിനകത്തുള്ള നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഈ സാധനങ്ങളുടെ ഗുണങ്ങളെ പറ്റി നമ്മൾ പലപ്പോഴും അറിയാറില്ല. പക്ഷെ അലോവേര എന്ന് പറയുന്ന പ്ലാന്റ് തന്നെ ശരിക്കും ഒരു മാജിക്കൽ പ്ലാന്റ് ആണ്. ശരിക്കും വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ. ഇന്റേണലി എക്സ്റ്റേണലി നമുക്ക് രണ്ട് രീതിയിലും അകത്ത് കഴിക്കാനാണെങ്കിലും പുറമെ ഉപയോഗിക്കാനാണെങ്കിലും വളരെയധികം പ്രയോജനമുള്ളതാണ് ശരിക്കും അലോവേര. നമ്മളുടെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അലോ ബാർബഡൻസ് മില്ലർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള അലോവേര മാത്രം എടുത്തിട്ടാണ് നമ്മൾ എല്ലാം യൂസ് ചെയ്യുന്നത്. ആ ഒരു അലോവേരയാണ് ട്രൂ അലോ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ മെഡിസിനൽ വാല്യൂ ഉള്ള അലോവേര എന്ന് പറയുന്നത് അലോ ബാർബഡൻസ് മില്ലർ എന്ന് പറയുന്ന അലോവേര. അപ്പൊ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അത് ഇമ്മ്യൂൺ ഫംഗ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്റേണലി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കിന്നിന് വളരെയധികം നല്ലതാണ്, ഹെയറിന് നല്ലതാണ്. പിന്നെ നമ്മുടെ ഗട്ടിന്റെ ഹെൽത്ത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇന്നത്തെ അസുഖങ്ങളുടെ നല്ലൊരു പ്രശ്നങ്ങളും ഉണ്ടാവുന്ന എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് ഗട്ടിന്റെ പ്രശ്നമാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മുടെ ഉള്ളിൽ വരുന്ന ടോക്സിൻസിന്റെ അക്യുമുലേഷൻ, ഇതിനൊക്കെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു നല്ല മെത്തേഡാണ് അലോവേരയുടെ ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ എല്ലാ രീതിയിലും ഇമ്മ്യൂൺ സിസ്റ്റം ബെറ്റർ ആകുമ്പോൾ, നമ്മുടെ സ്കിൻ ബെറ്റർ ആകുമ്പോൾ, നമ്മുടെ ഗട്ട് ഹെൽത്ത് കറക്റ്റ് ആകുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ ഓവറോൾ എന്താ പറ്റുക, നമ്മുടെ ഹെൽത്ത് ടോട്ടലി നമ്മുടെ വെൽബീയിങ് എല്ലാം ശരിക്കും പറഞ്ഞാൽ പ്രൊമോട്ടഡ് ആവും. ഇതിനെല്ലാം പറ്റുന്നതായിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഇൻ ഷോർട്ട് നമ്മുടെ ഫോറെവർ ലിവിങ്ങിന്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് തന്നെ. കുറച്ചുകൂടി ഡീപ്പായിട്ട് ഞാനത് പോവാണ് ഈ പ്രോഡക്ട്സിനെ പറ്റിയിട്ട്. ആദ്യമേ ഞാൻ പറഞ്ഞു നമ്മുടെ ഫാമിൽ തന്നെ ഗ്രോ ചെയ്യുന്ന അലോവേര തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വേൾഡിലെ നമ്പർ 1 അലോവേര പ്ലാന്റേഷൻ ഉള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ യാതൊരു രീതിയിലുള്ള ഇൻസെക്ടിസൈഡ്സോ പെസ്റ്റിസൈഡ്സോ ഹാർംഫുൾ ഫെർട്ടിലൈസേഴ്സോ ഒന്നും ഇതിന്റെ കൾട്ടിവേഷന്റെ സമയത്ത് കമ്പനി ഉപയോഗിക്കുന്നതേ ഇല്ല. വളരെയധികം പ്യുവർ ആൻഡ് നാച്ചുറൽ വേയിലാണ് ഇതെല്ലാം കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഹാൻഡ് ഹാർവെസ്റ്റഡ് ആണ്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനിൽ കൊടുക്കുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്യൂരിറ്റിക്ക് കമ്പനി ഇത്രത്തോളം വാല്യൂ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഓരോന്നും ഹാൻഡ് ഹാർവെസ്റ്റ് ആണ്. അതിന്റെ ഓരോ ലീഫും കട്ട് ചെയ്തെടുക്കുന്നത് തന്നെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം മനുഷ്യന് അത്രയും ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഹാൻഡ് ഹാർവെസ്റ്റഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും ഒരു കീ തിങ് ഫോറെവർ ലിവിങ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, ജസ്റ്റ് അലോവേര അല്ല, എല്ലാം സ്റ്റെബിലൈസ്ഡ് അലോവേരയാണ്. അതൊരു കീ തിങ് ആണ് കേട്ടോ, നമ്മൾ മറന്നുപോലെ. ജസ്റ്റ് ഒരു അലോവേര എന്നല്ല, സ്റ്റെബിലൈസ്ഡ് അലോവേരയാണ്. ഇത് നമ്മുടെ കമ്പനി പേറ്റന്റ് ചെയ്തിരിക്കുകയാണ്. സ്റ്റെബിലൈസേഷൻ എന്ന പ്രോസസ്സ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അലോവേരയുടെ ഗുണം സാധാരണഗതിയിൽ ഒരു 6 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വീട്ടിൽ നിങ്ങൾ ഒരു സാധാരണ അലോവേര എടുത്താൽ പോലും 6 hours കഴിയുമ്പോൾ അതിന് സകല ഗുണങ്ങളും പോയി കഴിഞ്ഞു. പക്ഷെ അതിൽ കൂടുതൽ നേരം ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നേരത്തെ ചെയ്തിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കെമിക്കൽ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ തന്നെ ഒരു കെമിക്കൽ ആഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുക, അത് ഗുണത്തേക്കാൾ ഏറെ ദോഷത്തിലേക്ക് പോകും. അപ്പോൾ ഇതിന്റെ ആവശ്യമില്ല എന്ന രീതിയിൽ അതിന് സ്റ്റെബിലൈസേഷൻ എന്ന പ്രോസസ്സ് കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഒരു കെമിക്കലും ആഡ് ചെയ്യാതെ അലോവേര പ്രിസർവ് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെയാണ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് ചെയ്തപ്പോൾ തന്നെ അത് സയന്റിസ്റ്റ് കണ്ടുപിടിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു, നമ്മുടെ കമ്പനി അത് പേറ്റന്റ് ചെയ്തു. അത് തന്നെയാണ് ഈ കമ്പനിയുടെ ഇത്രത്തോളം ഗ്രോത്തിന്റെ ഒരു കീ ഫാക്ടർ. അപ്പൊ നമ്മുടെ അലോവേര എല്ലാം സ്റ്റെബിലൈസ്ഡ് അലോവേരയാണ്. കാരണം ഗുണങ്ങൾ ഒട്ടും നഷ്ടപ്പെടാതെ കട്ട് ചെയ്ത് പ്രോസസ് ചെയ്ത സമയത്ത് തന്നെ സ്റ്റെബിലൈസ് ചെയ്ത് അതിനുശേഷമാണ് നമ്മുടെ എല്ലാ പ്രോഡക്ട്സിലേക്കും ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ കുടിക്കുന്ന ജ്യൂസും നമ്മൾ എടുക്കുന്ന ഓരോ പ്രോഡക്ട്സും അതിന്റെ ആ ഒറിജിനൽ ക്വാളിറ്റിക്ക് വ്യത്യാസം വരാതെ നമ്മുടെ കൈകളിൽ എത്തിപ്പെടുന്നത്. അപ്പോൾ തന്നെ സുപ്പീരിയർ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്.
ഇൻ ഷോർട്ട്, നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം അവാർഡ് വിന്നിംഗ് പ്രോഡക്ട്സ് ആണ്. ജസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാം തന്നെ അവാർഡ് വിന്നിംഗ് പ്രോഡക്ട്സ് ആണ്. വേറൊരു പ്രോഡക്റ്റ് ഇതിനോട് കോമ്പീറ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഒറ്റ വാക്കി നമുക്ക് പറയാം. കാരണം അത്രയ്ക്ക് വളരെയധികം പ്യൂരിറ്റിയിലും അതുപോലെ തന്നെ ക്വാളിറ്റിയിലും എല്ലാം കോംപ്രമൈസ് ഇല്ലാത്ത അവാർഡ് വിന്നിംഗ് പ്രോഡക്ട്സ് തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ എല്ലാ പ്രോഡക്ട്സും. ഓക്കെ, ഞാൻ നിങ്ങളുടെ കമ്പനിയെ പറ്റി പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പ്രോഡക്ട്സിനെ പറ്റി പറഞ്ഞു. ഒരുപാട് പറയാൻ പറ്റത്തില്ല, കാരണം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് 2 ഫേസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ അടുത്ത ഫേസിലേക്ക് ഒന്ന് മൂവ് ചെയ്യാണ്. കുറച്ച് ബിസിനസ് കാര്യങ്ങൾ. എന്തായാലും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വർക്കിനെ പറ്റി പഠിക്കുകയാണ്, അതിനെ പറ്റി കേൾക്കാനാ നിങ്ങൾ ഈ സമയം എടുക്കുന്നത്. അപ്പൊ അല്പം ബിസിനസ്സും കൂടെ ഞങ്ങളോട് പറഞ്ഞുതരാം. ആദ്യത്തെ ചോദ്യം, കമ്പനി കൊള്ളാം, പ്രോഡക്ട്സ് കൊള്ളാം, ആർക്ക് ഞാൻ കൊടുക്കണം? ആരാണ് എന്റെ കസ്റ്റമേഴ്സ്? ഞാൻ ആരോട് ഇത് പറയും? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ഒരു റിസർച്ച് ചെയ്തതിന്റെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു സ്ലൈഡാണ്. ഇന്ന് ഇത് ഞാൻ പറയുന്നതിനെക്കാട്ടി എളുപ്പം നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും. നമ്മുടെ ചുറ്റുമുള്ള അസുഖങ്ങളുടെയും നമ്മുടെ ചുറ്റും വരുന്ന രോഗങ്ങളുടെയും ഒക്കെ ഒരു വ്യാപ്തി ഇന്ന് വളരെ കൂടുതലാണ്. നമ്മൾ പേര് പോലും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ചുരുക്കം പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റിയുടെ ആവശ്യം ഏകദേശം 50% കൂടുതൽ ഇന്ന് കൂടിയിട്ടുണ്ട്. ഇമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഡക്ട്സ് വേണ്ടുന്നതിന്റെ ആവശ്യം ഏകദേശം 50% കൂടുതൽ. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ എന്തെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ടാവും. ഏതിന്റെയെങ്കിലും ഫോറവറിൽ ഇതുവരെ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവാം. ഒരു കുഞ്ഞ് ജനിച്ച് വീണ് കുറച്ച് കഴിയുമ്പോൾ തന്നെ എന്താണ്, ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇന്ന് ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇമ്മ്യൂണിറ്റി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് വളരെയധികം ഉണ്ട്. പിന്നെ വൈറ്റമിൻ ഡി, ഇന്ന് പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ കാണുന്ന ഒരു വലിയ പ്രശ്നമാണ് വൈറ്റമിൻ ഡിയുടെ കുറവ്. അത് ഏകദേശം ഒരു 30 ഇയേഴ്സ് കഴിയുമ്പോൾ മുതലേ ഇത് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ വൈറ്റമിൻ ഡി കഴിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് പേരുണ്ട്, ഒരു വൈറ്റമിൻ ഡി ഒക്കെ, വൈറ്റമിൻസിന്റെ കുറവുണ്ട്, അവർ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി മാത്രമല്ല, മറ്റ് വൈറ്റമിൻസും അതിന്റെ സപ്ലിമെന്റ്സും അതിന്റെ ആവശ്യവും ഒരുപാട് കയറി വരുന്നു. പിന്നെ വേറൊരു മാർക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ സ്കിൻ കെയർ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളും ഒക്കെ കേട്ടു. ഒരു ക്വാളിറ്റി ഉള്ള, ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു നല്ല സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഇന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്, അവർക്ക് വേണം. ഇന്ന് പലപ്പോഴും നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബ്യൂട്ടി ഒന്ന് നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ അങ്ങനെ ഒരു നല്ലൊരു മാർക്കറ്റ് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. ഏകദേശം അലോവേരയുടെ മാർക്കറ്റ്, അലോവേര എന്ന് പറയുന്നത് ഒരു സമയത്ത് അധികം ആർക്കും അറിയത്തില്ലായിരുന്നു. ഇന്ന് എല്ലാ വീടുകളിലും എനിക്കൊന്ന് പലരും കൾട്ടിവേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതാണ്. പക്ഷേ പ്യുവർ അലോവേരയുടെ മാർക്കറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12.1% വരെ 2026 ആകുമ്പോഴത്തേക്ക് അതിന്റെ ഹൈക്കാണ് പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, സ്റ്റെബിലൈസ്ഡ് അലോവേരയുടെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എത്ര കൂടുതലായിരിക്കും, എത്രത്തോളം നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്. ആരോഗ്യം വേണ്ടാത്ത ആൾക്കാർ ഇന്ന് ആരുമില്ല, സൗന്ദര്യം വേണ്ടാത്ത ആൾക്കാർ ആരുമില്ല. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള 6 months തുടങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങൾ മുതൽ 100 വയസ്സോ 102 വയസ്സോ 104 വയസ്സോ വരെ ഉള്ളവരൊക്കെ നിങ്ങളുടെ വീട്ടിൽ കാണുമായിരിക്കാം. അവർക്ക് വരെയും ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് ഈ പറയുന്ന പ്രോഡക്ട്സ് എല്ലാം തന്നെ. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ള എല്ലാവരും നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ്. ഒരിക്കലും കസ്റ്റമേഴ്സിന് ഒരു കുറവും നമുക്ക് ഇവിടെ ഉണ്ടാവുന്നതേ ഇല്ല. ഇത് കുറച്ച് സർട്ടിഫിക്കേഷൻസ് ആണ്, ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല, തീർച്ചയായിട്ടും ഞാനിത് പറയുക തന്നെ ചെയ്യണം. ഫോറവറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ഏറ്റവും മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ, ഒരു കമ്പനി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ, ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് നമ്മൾ ഒരു വ്യക്തിയോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കണം. കാരണം ഇതിനൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടോ? ഫോറവറിന്റെ സർട്ടിഫിക്കേഷൻ നമ്മൾ ഒരു പർട്ടിക്കുലർ കൺട്രിക്ക് അകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല, അതെല്ലാം ഇന്റർനാഷണലി ഉള്ള സർട്ടിഫിക്കേഷൻസും കൂടെയാണ്. ഇന്റർനാഷണൽ അലോ സയൻസ് കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റ്, ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ 45 വർഷമായിട്ടും സ്റ്റഡി ആയിട്ട് ഒരു കമ്പനി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഫോറവർ ലിവിംഗ് പ്രോഡക്ട്സ് മാത്രമാണ്. മറ്റൊരു കമ്പനി 45 വർഷവും ഒരുപോലെ ഇതിന്റെ പ്രോഡക്ട്സ് കൊണ്ടുപോയിട്ടില്ല, അതിന്റെ സർട്ടിഫിക്കേഷൻ കൊണ്ടുപോയിട്ടില്ല. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് സർട്ടിഫിക്കേഷൻ ആണ് ക്രൂവൽറ്റി ഫ്രീ. അതായത് കെമിക്കൽസ് ആഡ് ചെയ്താൽ ആനിമൽസിന്റെ മേൽ അത് ടെസ്റ്റ് ചെയ്യാതെ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കറിയാം, ഒന്ന് പക്ഷെങ്കിൽ ചിലപ്പോൾ മൈസ് അല്ലെങ്കിൽ റാറ്റ് അല്ലെങ്കിൽ റാബിറ്റ് അതുപോലെയുള്ള പലതിന്റെ പേരിലും അത് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ അവർക്ക് വലിയ കുഴപ്പം പറ്റിയിട്ടില്ലെങ്കിൽ മനുഷ്യന്റെ പേരിൽ വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കൺക്ലൂഷൻ. അതിനുശേഷമാണ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ
ഇതിന് ക്രൂവൽറ്റി ഫ്രീ സർട്ടിഫിക്കേഷൻ നമ്മുടെ പ്രോഡക്ട്സിനുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിന്തറ്റിക്കോ കെമിക്കലായ സാധനങ്ങളൊന്നും ആവശ്യമില്ല, അത് ആഡ് ചെയ്തിട്ടില്ല, എല്ലാം നാച്ചുറൽ തിങ്സ് ആണ്. അതുകൊണ്ട് ക്രൂവൽറ്റി ഫ്രീ സർട്ടിഫിക്കേഷനും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് കോഷ് സർട്ടിഫിക്കേഷൻ. ഇസ്രായേൽ പോലെയുള്ള കൺട്രീസിൽ നമ്മുടെ കമ്പനി വളരെ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട്. അതിന് കാരണം കോഷ് സർട്ടിഫിക്കേഷൻ ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇസ്രായേലിലെ അവിടുത്തെ ഒരു റബായി അവരവിടെ വന്ന്, നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അവർ കുറേയും കൂടെ ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അവരുടെ സ്കിൻ കെയർ ആണെങ്കിലും അവരുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും ഒക്കെ വളരെ സൂക്ഷിക്കാറുണ്ട്. അപ്പം അവിടെ നിന്ന് തന്നെ വരുന്ന ഒരു പേഴ്സൺ അവരുടെ തന്നെ ലാബിൽ തന്നെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ കോഷ് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. ഒരു വ്യക്തിക്കോ ഒരാളുടെ ഇൻഫ്ലുവൻസിനോ കിട്ടാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ല കോഷ് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെയാണ് ഹലാല്. നമ്മൾ സൗദി പോലെയുള്ള കൺട്രീസിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ട്. കാരണം ഇത് വളരെ റിജിഡ് ആണ്, അങ്ങനെ ഒന്നും വേഗത്തിൽ കിട്ടുന്നതല്ല. ഇതെല്ലാം നമ്മുടെ കമ്പനിയുടെ ഇത്രയും നാളും കണ്ടിന്യൂസ്ലി മേക്കപ്പ് ചെയ്തു പോകുന്ന കമ്പനി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സർട്ടിഫിക്കേഷൻസ് ആണ്. ഇത് പ്രോഡക്ട്സ് പറയുമ്പോൾ ഈ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതെല്ലാം നമ്മുടെ കമ്പനിയുടെ പ്രോഡക്ട്സിന്റെ പുറത്ത് തന്നെ പല സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ ചെയ്തിട്ടാണ് പ്രോഡക്ട്സ് വരുന്നത്. അപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ബിസിനസ്സിലേക്ക് നമ്മൾ വരികയാണ്. പ്രോഡക്ട്സ് നമ്മൾ പറഞ്ഞു, പ്രോഡക്ട്സിന്റെ എത്ര കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പം ഈ എങ്ങനെയാണ് നമ്മുടെ വർക്കിലേക്ക് നമ്മൾ വരിക? ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് ആണ് എന്ന് പറയുന്നു. അപ്പം പ്രോഡക്ട്സ് ഡയറക്ട്ലി കസ്റ്റമേഴ്സിൽ എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ഉദ്ദേശം. അപ്പൊ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ പവർ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോം ബേസ്ഡ് ആയിട്ട് തന്നെ ആൻഡ് ആസ് വെൽ ആസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പവർ യൂസ് ചെയ്ത് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നെക്സ്റ്റ് സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഒരു വ്യക്തി വർക്ക് ചെയ്യുമ്പോൾ ഉള്ള പവറും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള പവറും അത് രണ്ടും രണ്ടാണ്. ഇതിന്റെ രണ്ടിന്റെയും ഗുണം, ഞാൻ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതും പ്ലസ് എന്റെ ടീമിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതും, ഈ രണ്ട് ഗുണത്തിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് തീർച്ചയായിട്ടും ഫോറെവർ ലിവിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് തനിയെ വർക്ക് ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യം പലരും പക്ഷെ എന്നോടും ചോദിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാമോ? തീർച്ചയായിട്ടും പറ്റും. നമുക്ക് റീറ്റെയിൽ ചെയ്ത് നമ്മളുടെ രീതിയിൽ തന്നെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സ്ട്രെങ്ത് വേണോ, കുറച്ചും കൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണോ, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ഒരു ടീമിനെ കൂടെ ഡെവലപ്പ് ചെയ്യുക. ടീമിനെ കൂടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന്റെയും കൂടെ ഗുണം നമുക്ക് കിട്ടുകയാണ്. ഈ രണ്ട് പവറും ഒരുമിച്ച് ഫോറെവർ നമുക്ക് തരുന്നുണ്ട്. എല്ലായിടത്തും പോയാൽ നമുക്ക് ചിലപ്പോൾ ഇത് രണ്ടും അവൈലബിൾ ആവത്തില്ല. നമുക്ക് തനിയെ വർക്ക് ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല. ടീമായിട്ട് വർക്ക് ചെയ്താലേ ചില സമയങ്ങളിൽ പറ്റത്തുള്ളൂ. ചില സമയത്ത് ടീം ഇല്ലാത്തപ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഫോറെവറിനകത്ത് ഇല്ല. ഫോറെവറിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, നമ്മളൊരു FBO ആയിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങൾക്ക് കിട്ടുന്നത് 160+ കൺട്രീസിൽ, അതായത് എവിടെയൊക്കെ ഫോറെവർ ഉണ്ടോ അവിടെയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺ വെബ്സൈറ്റ്, ഇത് നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് ഇവിടും അവൈലബിൾ ആവും. അതുപോലെ തന്നെ നമുക്കൊരു പേഴ്സണൽ മെന്റർ അല്ലെങ്കിൽ നമുക്കൊരു കോച്ചിനെ കിട്ടുന്നു. നമുക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് 1-to-1 രീതിയിൽ ഒരു മെന്റർഷിപ്പ്, എല്ലായിടത്തും നമുക്കത് പോസിബിൾ അല്ല. പക്ഷെ ഫോറെവർ എത്രത്തോളം ആ ഒരു വരുന്ന ഒരു FBOയ്ക്ക് സപ്പോർട്ട് ചെയ്യാമോ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മെറ്റീരിയലും പ്രിന്റഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുവാണ്. ഓൺലൈൻ ആസ് വെൽ ആസ് പ്രിന്റഡ് സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ് ആയിട്ട് എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. നമുക്കൊരു ബ്രോഷർ പോലും ചെയ്യേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഓൺലൈനിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടണം, ഇതിനൊന്നും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മളായിട്ട് പൈസ ചെലവാക്കി ഒരു പോസ്റ്റർ ഉണ്ടാക്കണ്ട. കമ്പനി തന്നെ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രസന്റേഷൻ ചെയ്യാനായിട്ട് ലാപ്ടോപ്പ് ഇല്ലേ, നമുക്ക് Y4Ever എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, അതിനകത്ത് കൊണ്ടുപോയി തന്നെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. വളരെ സിമ്പിളായ രീതിയിൽ ആ പ്രസന്റേഷൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓവറോൾ സപ്പോർട്ടാണ് ഒരു ഫോറെവർ ബിസിനസ് ഓണറിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ സൈൻ ഇൻ ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇത് എങ്ങനെ ഞാനൊന്ന് ഫ്ലറിഷ് ചെയ്യും, എങ്ങനെ ഞാൻ എന്റെ ബിസിനസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യും, കസ്റ്റമേഴ്സിലേക്ക് എനിക്ക് എത്താൻ പറ്റണമല്ലോ, എങ്ങനെയാ ഞാൻ ഈ വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് യൂസ് ദ പ്രോഡക്റ്റ്.
നമ്മൾ പ്രോഡക്റ്റ് ആദ്യം ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷെയർ ദ പ്രോഡക്റ്റ്. നിങ്ങൾ ആദ്യം ഉപയോഗിക്കുക, നല്ലൊരു കസ്റ്റമർ ആകുക. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ഓരോ പ്രോഡക്റ്റും ഇൻ ഡീറ്റെയിൽ നിങ്ങൾ പഠിക്കും. അത് പഠിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്നുള്ളത്. നമ്മൾ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ, നല്ലൊരു കസ്റ്റമറായി നമ്മൾ വന്നു കഴിയുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹെൽത്ത് വളരെ ബെറ്റർ ആയിരിക്കും. നമുക്കൊരു വ്യക്തിയോട് റെക്കമെൻഡ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാനുള്ള നിങ്ങളുടെ സ്ട്രെങ്ത് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം. നിങ്ങൾ പ്രോഡക്ട്സ് ഉപയോഗിച്ചു, അതിന്റെ പ്രയോജനം നിങ്ങളുടെ ഫാമിലിക്ക് കിട്ടി, നിങ്ങൾക്ക് കിട്ടി. നെക്സ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്താണ്? മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് അടുത്ത നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ റിലേറ്റീവ്സിലേക്കോ ഫാമിലി മെമ്പേഴ്സിലേക്കോ, നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തികൾ, ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റുപാടും ആവശ്യക്കാർ അനേകരും കാണും. അവരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് വളരെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഒന്ന് പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റ് ആണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. വേറെ ഒരു രീതിയിലുള്ള പ്രീവിയസ് എക്സ്പീരിയൻസും ഈ കമ്പനിയിൽ ആവശ്യമില്ല. നിങ്ങൾ ഉപയോഗിച്ചത് എന്താണോ, നിങ്ങൾ കേട്ടത് എന്താണോ, നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണോ, നിങ്ങൾക്ക് കിട്ടിയ ചേഞ്ച് എന്താണോ, അത് മാത്രം പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക. നിങ്ങളെ പോലെ ഈ ബിസിനസ്സിൽ വരാൻ താല്പര്യമുള്ള വ്യക്തികൾ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അവരോട് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരാൾക്ക് ജോലിയിൽ ഒരു ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ എക്സ്ട്രാ ഇൻകം വേണം, അങ്ങനെ ഒരു വ്യക്തി നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഓപ്പർച്യൂണിറ്റിയെ പറ്റി അവരോട് ഷെയർ ചെയ്യാം. ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് പേരെ നിങ്ങളുടെ ചുറ്റും നിങ്ങൾ കണ്ടെത്തുക. അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുക, അവരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. എന്ന് മാത്രമല്ല, ഫോർത്ത് തിങ് ഇസ് യു ഹാവ് ടു കോച്ച് യുവർ ടീം. നിങ്ങളുടെ ടീമിനെ നിങ്ങൾ എന്തൊക്കെയാണോ ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പോലെ എന്താണോ നിങ്ങൾ കണ്ടത്, ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനും ഇത് ഷെയർ ചെയ്യാനും അവരുടെ ടീമിനെ ബിൽഡ് ചെയ്യാനും നിങ്ങൾ അവരെ പഠിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. ഈ രീതിയിലാണ് നമ്മൾ ഇതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ഇനി നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളടുത്ത് കമ്പനിയെ പറ്റി പറഞ്ഞു, ബേസിക് പ്രോഡക്ട്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരല്പം ബിസിനസ്സിലേക്ക് വന്നു, കസ്റ്റമേഴ്സ് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി, എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ട വർക്ക് എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഏതൊക്കെ ലെവൽസ് ആണ്, ഏതൊക്കെ ലെവൽസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ റാങ്ക്സ് ആണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഫോറവറിലേക്ക് വരുമ്പോൾ FBO എന്ന് പറയുന്ന സ്ഥാനത്ത് വരുന്ന ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്ന അസിസ്റ്റന്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന റാങ്കിലേക്കാണ് വരുന്നത്. അവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന 160 കൺട്രീസിൽ ബിസിനസ് ചെയ്യാനും അതുപോലെ തന്നെ ഉള്ള ഇന്റർനാഷണൽ ലൈസൻസ്, പ്രിവിലേജസ്, അഡ്വാൻറ്റേജസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അത് കഴിഞ്ഞ് അടുത്ത റാങ്ക് എന്ന് പറഞ്ഞത് സൂപ്പർവൈസർ റാങ്ക്. ഗ്രാജുവലി നിങ്ങൾ ഗ്രോ ചെയ്യുന്നതനുസരിച്ച്, നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ സൂപ്പർവൈസർ റാങ്കിലേക്ക് പോകും, വീണ്ടും അസിസ്റ്റന്റ് മാനേജർ റാങ്കിലേക്ക് പോകും, പിന്നെ മാനേജർ റാങ്കിലേക്ക് പോകും. ഇങ്ങനെ 4 ഡിഫറെന്റ് ആയിട്ടുള്ള ലെവൽസ് ആണുള്ളത്. പിന്നെ ഇതിൽ കൂടുതൽ നമ്മൾ പറയാറുണ്ട് സോറിംഗ് മാനേജർ, സീനിയർ മാനേജർ, ഡയമണ്ട് മാനേജർ, അങ്ങനെ പല രീതിയിലുള്ള മാനേജേഴ്സ് ലെവൽ ഉണ്ട്. അത് എല്ലാ വർഷവും അവരുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് മാനേജേഴ്സിൽ വരുന്ന ചേഞ്ചസ് മാത്രമാണ്. ബേസിക്കലി ഈ 4 ലെവൽസ്, അസിസ്റ്റന്റ് സൂപ്പർവൈസർ, അസിസ്റ്റന്റ് മാനേജർ ആൻഡ് മാനേജർ, ഈ 4 ലെവലാണ് ഉള്ളത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, അസിസ്റ്റന്റ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ റാങ്കിലേക്കാണ് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത്. അതിൽ നിന്ന് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ടിപ്പിക്കലി നമ്മുടെ ടീം വളരുകയാണ്. ടീം വളർന്നു വന്നു, നിങ്ങൾക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് പേരെ നിങ്ങൾക്ക് കിട്ടി. അങ്ങനെ വരുന്ന സമയത്ത് ഗ്രാജുവലി നിങ്ങളുടെ പൊസിഷൻ എന്ത് ചെയ്യുന്നറിയാം, ടീമിന്റെ ഗ്രോത്ത് അനുസരിച്ചിട്ട് ഒരു 3 മുതൽ 5 പേര് വരെയുള്ള ടീമിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അത് സൂപ്പർവൈസർ റാങ്കിലേക്ക് മാറും. അപ്പം അസിസ്റ്റന്റ് സൂപ്പർവൈസർ റാങ്കിൽ നിന്ന് സൂപ്പർവൈസർ റാങ്കിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡിസ്കൗണ്ട് ഏകദേശം 38%. അസിസ്റ്റന്റ് സൂപ്പർവൈസറിൽ 30% ആണ്, അത് 38% ആവും. അതിനോടൊപ്പം ടീം ബോണസ് നിങ്ങൾക്ക് ഉണ്ടാവും, അത് 3% ആയിരിക്കും സൂപ്പർവൈസർ റാങ്കിൽ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ വളരെ റീസണബിൾ ആയ രീതിയിലുള്ള ഒരു ബോണസ് തന്നെ നിങ്ങൾക്ക് വരാൻ പറ്റും. റീറ്റെയിലിംഗിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര റീറ്റെയിൽ ചെയ്യുന്നു അതനുസരിച്ച് അതും നിങ്ങളുടെ കയ്യിൽ വരുന്നതായിരിക്കും. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, അടുത്ത റാങ്ക് എന്ന് പറഞ്ഞത് അസിസ്റ്റന്റ് മാനേജർ റാങ്കാണ്. അപ്പോഴത്തേക്ക് നിങ്ങളുടെ ടീമിൽ ഏകദേശം ഒരു 10 to 15 മെമ്പേഴ്സ് നിങ്ങളുടെ ടീമിനകത്തുണ്ടാവും. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സണൽ ഡിസ്കൗണ്ട് 38ൽ നിന്ന് നേരെ 43ലേക്ക് പോകും. ടീം ബോണസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താഴെയുള്ള ആൾക്കാരുടെ ലെവൽ അനുസരിച്ച് 5% to 8% വരെ നിങ്ങൾക്ക് ടീം ബോണസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അസിസ്റ്റന്റ് മാനേജറിൽ നിന്ന് നിങ്ങൾ ടീം ഗ്രോ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോഴത്തേക്കും ഏകദേശം 15 to 25 ആൾക്കാരായി. അത്രയും ഒക്കെ ടീമിലേക്ക് വന്നപ്പോഴത്തേക്കും മാനേജർ ലെവലിലേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രൊമോട്ടഡ് ആവും. അപ്പോഴത്തേക്കും 48% ആണ് നിങ്ങളുടെ പേഴ്സണൽ ഡിസ്കൗണ്ട്. അതായത് നിങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട്
48 ആണ്. അപ്പൊ റീറ്റെയിൽ ചെയ്യുന്നത് എത്രയിലായിരിക്കും? 48%-ലായിരിക്കും നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ തന്നെ ടീം ബോണസ് 5% മുതൽ 13% വരെ നിങ്ങൾക്ക് ടീം ബോണസ് ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞതിനകത്ത് ഞാൻ പേഴ്സണൽ ബോണസ്, ടീം ബോണസ് എന്ന 1-2 കാര്യങ്ങൾ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 12 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണസസ് കമ്പനി കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ അപ്ലൈൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല. ഓരോ ബിസിനസ്സിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള കുറച്ച് യുണീക്ക് ഫീച്ചേഴ്സ്, ഫോർഎവറിന്റെ മാത്രമായിട്ടുള്ള കുറച്ച് യുണീക്ക് ഫീച്ചേഴ്സ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താം. ഒന്നാമത് ഞാൻ ഓൾറെഡി പറഞ്ഞു 160+ കൺട്രീസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ജോയിനിങ് ഫ്രീ ആയിട്ട് ഒന്നും തന്നെ ഇവിടെ എടുക്കുന്നതേ ഇല്ല. റിന്യൂവൽ ഫീ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കില്ല. ഹോം ബേസ്ഡ് ബിസിനസ് ആണ്. ഹോം ബേസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന എവിടെയും നിങ്ങൾ ഒരു കസ്റ്റമറിനെ കണ്ടെന്നിരിക്കട്ടെ, അവിടെ നിങ്ങൾക്ക് ഒരു ബിസിനസ് നടക്കും. നിങ്ങളൊരു വെക്കേഷൻ എവിടെയെങ്കിലും ഒരു പ്ലേസിൽ പോയി അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോണിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഓർഡർ വരിക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അവിടെ കണ്ട ആൾക്കാരിലായിരിക്കും നിങ്ങൾക്ക് ഒരു നീഡ് ഉണ്ടാവുക. അവർക്ക് ഒരു ഐഡി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനോ അവരെ വർക്കിലേക്ക് ക്ഷണിക്കാനോ ഒക്കെ പറ്റും. അപ്പം ഹോം ബേസ്ഡ് എന്ന് പറയുമ്പോഴും വേൾഡ് വൈഡ് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ബിസിനസ് കൊണ്ടുപോകാം. അതിനകത്ത് പ്രത്യേകിച്ച് അത് തന്നെയല്ല, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനേ പറ്റും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ട്രെയിനിങ്സ് ഓൺലൈനും ഓഫ്ലൈനും അവൈലബിൾ ആണ്. നമുക്ക് യൂട്യൂബിനകത്ത്, ഫേസ്ബുക്കിനകത്ത്, സൂമിൽ ഒക്കെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ട്രെയിനിങ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ആർഡിഒസിൽ ട്രെയിനിങ് നടക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഫിസിക്കലി വന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ തന്നെ ഫോർഎവറുമായിട്ട് ഓരോ വ്യക്തികൾക്കും, ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഡയറക്ട്ലി ഫോർഎവറിന്റെ കസ്റ്റമർ കെയറും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഇടപെടാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതായത് മാനേജേഴ്സിന് മാത്രമല്ല, അല്ലെങ്കിൽ ഏതൊരു റാങ്കിലുള്ളവർക്ക് മാത്രമല്ല സപ്പോർട്ട് കൊടുക്കുന്നത്. കമ്പനി എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് നൽകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ലെവൽ എത്തി, അസിസ്റ്റന്റ് സൂപ്പർവൈസർ റാങ്കിലേക്ക് നിങ്ങൾ കയറി, അല്ലെങ്കിൽ സൂപ്പർവൈസർ റാങ്കിലേക്ക് നിങ്ങൾ കയറി. അടുത്ത മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെർഫോമൻസ് അത്രയും നന്നായില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്കൊരു റിവേർഷൻ നടക്കുന്നില്ല. ഒരിക്കൽ അച്ചീവ് ചെയ്ത നിങ്ങളുടെ റാങ്ക് അതുപോലെ തന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ നിൽക്കും. ഒരിക്കൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ഏത് റാങ്കിലായിട്ടുണ്ടോ ആ റാങ്ക് നിങ്ങളുടെ ലൈഫ് ലോങ് ചേഞ്ച് ഇല്ലാതെ തന്നെ നിൽക്കുക. അതുപോലെ തന്നെ നമുക്കൊരു റോയൽറ്റി ഇൻകം കിട്ടുന്നുണ്ട്. അത് ശരിക്കും കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റിന്റെ ഒരു ഇൻകം ആണ് നമുക്ക് കിട്ടുന്ന റോയൽറ്റി ഇൻകം എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് വേൾഡിൽ എവിടെ പോയാലും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മെയിൻ തിങ് ആണ്, നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, പെൻഷൻ എന്നൊക്കെ പറയുന്നത് പോലെ മരിക്കുന്നിടം വരെയും നമുക്ക് ഈ വർക്ക് ചെയ്യാം. എങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഇത് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. വില്ലബിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങളെ കൊണ്ട് തീർന്നു പോകുന്നില്ല, അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഒരു വളരെ വലിയൊരു ബ്ലെസ്സിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഹയസ്റ്റ് പേ ഔട്ട് ആണ് ഇൻഡസ്ട്രിയിലുള്ളത്. 48% ഒന്നും ഡിസ്കൗണ്ട് ഒന്നും വേറെ ഒരിടത്തും കിട്ടുന്നില്ല. നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 48% പേഴ്സണൽ ഡിസ്കൗണ്ട് ആണ് മാനേജർ ലെവൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുക. ഏകദേശം പ്രോഡക്ട്സ് ആ ലെവൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഫ്രീ ആയി യൂസ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. പ്രീമിയം പ്രോഡക്ട്സ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ ഉള്ള നിങ്ങളുടെ ഓപ്ഷനാണ് ശരിക്കും ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ശരി, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ കിട്ടി എന്ന് പറഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് കിട്ടി. അധികം ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ട്രാവൽ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. പുതിയ കാറാവാം, പുതിയ വീടാവാം, പുതിയ വീടിനകത്തെ ഫർണിച്ചേഴ്സ് ആവാം. നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ഒരു ചേഞ്ച് ഉണ്ടാവും. ഓവറോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ആവും. വീണ്ടും പറയുകയാണെങ്കിൽ എക്സ്ട്രാ ക്യാഷ് വരുന്നു. നിങ്ങളുടെ കടങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, നിങ്ങൾ അതൊക്കെ ഡെറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, പെൻഷൻ വരെ ലൈഫ് ലോങ് സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലി നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു. പിന്നെ വർക്ക് ഫ്രം ഹോം ഓർ വർക്ക് ഫ്രം എനിവെയർ, വർക്ക് ഫ്രം എനി പാർട്ട് ഓഫ് ദ വേൾഡ്, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ ബോസ് ആണ്. നിങ്ങളുടെ ക്യാരക്ടറിൽ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന വ്യത്യാസം വളരെ വലുതായിരിക്കും. എന്ന് മാത്രമല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്കൊരു 100 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിയാൽ എത്ര വലിയൊരു കാര്യമായിരിക്കും, ഇല്ലേ? അപ്പോൾ തന്നെ നിങ്ങളുടെ വേ ഓഫ് വർക്കിംഗ് ടോട്ടലി ഡിഫറെന്റ് ആവും. എന്ന് മാത്രമല്ല, അടുത്തൊരു ഫേസിൽ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഫുൾഫിൽമെന്റ് നടക്കും. ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ കറക്റ്റ് ആയിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും.
ഒരുപാട് റെക്കഗ്നൈസേഷൻ കമ്പനി തരുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടും. എന്ന് മാത്രമല്ല ആവശ്യത്തിനുള്ള വെൽത്ത് നമ്മുടെ കയ്യിലാകുമ്പോൾ നമ്മളൊരു സക്സസ്ഫുൾ പേഴ്സൺ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. എന്ന് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന പ്രോഡക്ട്സ്, നമ്മൾ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ ചെയ്യുന്നത് വി ആർ യൂസിങ് ദ പ്രോഡക്റ്റ്. നമ്മൾ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ലൈഫ് സ്റ്റൈലും ബെറ്റർ ആക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹെൽത്ത് ബെറ്ററായി, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറി, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് നിങ്ങൾ വന്നു, ഒരു ന്യൂ വേ ഓഫ് വർക്കിംഗിലേക്ക് നിങ്ങൾ വന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു പ്രൗഡ് മൊമെന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഹെൽത്ത് വൈസും നിങ്ങൾ വളരെ ബെറ്റർ ആയി നിൽക്കുമ്പോൾ, ഞാൻ ഈ താഴെ പറഞ്ഞ ഇതിന്റെ നടുക്ക് പറഞ്ഞ ഒരു കൊച്ചു കാര്യമുണ്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ? പീസ് ഓഫ് മൈൻഡ്. ഇത് നിങ്ങൾക്കുണ്ടാവും. ഈ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന കാര്യം ആരുടെയൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഒരാൾക്കുണ്ടെന്ന് വെച്ചിട്ട് ആ ആൾക്ക് നിങ്ങൾക്ക് തരാനും പറ്റത്തില്ല. പക്ഷെ ഫോർ എവർ ലിവിങ്ങിന്റെ ആ ഒരു സ്റ്റൈൽ, ആ വർക്കിംഗ് കൾച്ചർ, ഫോർ എവർ ലിവിങ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡ്, റിലാക്സ് ചെയ്ത് നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത്. ഇത്രയും കാര്യം ഞാൻ വേഗത്തിൽ നിങ്ങളോട് പറഞ്ഞു. സംശയങ്ങൾ ഉണ്ടാവാം, ഇല്ലായിരിക്കാം, എന്തുമാവട്ടെ. ഇനിയിപ്പം എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത പേഴ്സണിന്റെ അടുത്ത് നിങ്ങൾ പോവുക, അവരോട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരും. വളരെ ബ്രീഫായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഈ പറഞ്ഞ ഇത്രയും എക്സൈറ്റിംഗ് ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കളയാതിരിക്കുക. ഒരു പക്ഷെ ഇനി ഒരു അവസരം കിട്ടുമോ എന്ന് നമുക്കറിയത്തില്ല. കിട്ടിയ അവസരം നിങ്ങൾ കളയരുത്, അത് പ്രയോജനപ്പെടുത്തണം. നല്ല രീതിയിൽ നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലുമുള്ള നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഈ ഒരു നല്ല സമയം നിങ്ങൾ തന്നതിന്, ഈ നിങ്ങൾ ഇത്രയും വിലപ്പെട്ട നിങ്ങളുടെ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു.